അതുകൊണ്ട് ഞാൻ അതിനെ കൊന്നുകളഞ്ഞു. മേഘനെ, നിന്നെയും നിന്റെ ചിന്താഗതികളെയും നീ കാണിക്കുന്ന രീതികളും ഒക്കെ കണ്ടപ്പോ എനിക്ക് നിന്നോട് വല്ലാത്ത ആദരവായിരുന്നു. പക്ഷേ ജീവിതത്തിൽ ഇന്ന് ആദ്യമായിട്ട് നിന്നോട് എനിക്ക് തോന്നിയ ആദരവ് നശിച്ചിട്ട് അത് വെറുപ്പും വേദനയൊക്കെ ആയിട്ട് മാറിയത്. എന്നോട് പൊറുക്കണം മിഥുനേട്ടാ. ഞാൻ പറയുന്ന ഓരോ വാക്കും മിഥുനേട്ടന്റെ ഹൃദയത്തിലാണ് കുത്തിക്കേറുന്നതെന്ന് എനിക്കറിയാം. ഹൃദയം നുറുങ്ങുന്ന വേദനയുണ്ടാവുമെന്നും അറിയാം. പക്ഷെ എന്നാൽ എനിക്ക് വേറെ മാർഗമില്ല. ശരിക്കും ഞാനൊരു കുഞ്ഞിനെ പ്രസവിച്ച ആ കുഞ്ഞിന്റെ അവസ്ഥ ഇത് തന്നെയായിരിക്കില്ലേ എന്ന് കരുതി ഇത്രയും കഠിനമായ വാക്കുകൾ ഉപയോഗിച്ച് ഏട്ടനെ വേദനിപ്പിക്കുന്നത് ശരിയല്ലെന്നറിയാം. സഞ്ജനയുടെ രഹസ്യം നിങ്ങൾ ആരും അറിയാതിരിക്കാൻ വേണ്ടിയാ എനിക്ക് ഇങ്ങനെയെല്ലാം ചെയ്യേണ്ടി വരുന്നത്. ഈ വീടിനൊരു അനന്തരാവകാശി കിട്ടുമെന്നോർത്ത് ഞാൻ ഒത്തിരി മോഹിച്ചു. കുറച്ചു മാസം കഴിയുമ്പോ 2 കുഞ്ഞിക്കാലുകൾ ഈ വീട്ടിൽ ഓടി നടക്കുമെന്ന് ഞാൻ സ്വപ്നം കാണുമായിരുന്നു. എന്നോടൊരു വാക്ക് പോലും പറയാണ്ട് നീ എന്തിനാ എന്നോട് ഈ കടുങ്കൈ ചെയ്തത്? അതിന് അവള് നമുക്കോ നമ്മുടെ ഫീലിങ്സിനോ എന്തെങ്കിലും വില കൊടുത്തിട്ട് വേണ്ടേ അച്ഛമ്മേ? നമ്മൾ സന്തോഷിക്കുന്ന എല്ലാം അവള് കണ്ടതല്ലായിരുന്നോ? എന്തൊക്കെ ആഘോഷങ്ങൾ അതിന്റെ പേരിൽ നടത്തിയെന്നും അറിയാം. എന്നിട്ടും ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്തെങ്കിൽ ഇനി എന്താ ഇവളോട് പറയാ? ഇനി നമുക്ക് എന്ത് പറയാൻ പറ്റും മിഥുൻ? ഇപ്പോഴെങ്കിലും നീ ഒന്ന് മനസ്സിലാക്ക്. മനോഹരമായ മുഖത്തെ പുഞ്ചിരിക്ക് പുറകിൽ വികൃതമായ മറ്റൊരു മുഖം കൂടിയുണ്ട് അവക്ക്. സത്യം പുറത്തു വരുന്നതുവരെ പൂച്ചയെ പോലെ പതുങ്ങി നിന്നു. സത്യം പുറത്തു വന്നതും വിഷം കക്കുന്ന പാമ്പായി മാറി. യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള മനുഷ്യരുടെ അടുത്താ നമ്മൾ ഒത്തിരി സൂക്ഷിക്കേണ്ടത്. മേഘനടുത്ത് അങ്ങനെ ഒരു കടുങ്കൈ ചെയ്യാൻ എന്തായിരിക്കും കാരണമെന്ന് നിങ്ങൾ ആരും എന്താ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാത്ത? ഏട്ടത്തിയമ്മയെ കുറ്റം പറയാൻ എല്ലാവർക്കും 100 നാവാ. വിവേക്, നീ ഇതിൽ ഇടപെടാൻ നിൽക്കരുത്. മേഘന ചെയ്തത് ചെറിയ കുറ്റമൊന്നുമല്ല. നമ്മുടെ എല്ലാവരുടെ വിശ്വാസം അവള് തകർത്ത് കളഞ്ഞത്. പുല്ല് വിലയില് ഇവള് നമുക്ക് എല്ലാവർക്കും കൽപ്പിച്ചിരിക്കുന്നത്. ഇവളെന്തോ ഇന്ദ്രലോകത്ത് നിന്ന് ഇറങ്ങി വന്ന അപ്സരസിനെ പോലെ, ബാക്കി എല്ലാവരും രാവണ ദേശത്ത് നിന്ന് വന്ന രാക്ഷസരെന്ന പോലെയല്ലേ ഇവള് സംസാരിക്കുന്നത്. ഇത്രയും നാള് ഒന്നിച്ചു കഴിഞ്ഞ ഈ കുടുംബത്തിന് അവള് തന്ന വില എന്താന്ന് മനസ്സിലായില്ലേ? ഇപ്പോഴാ എനിക്ക് ഓരോ കാര്യങ്ങൾ മനസ്സിലാവുന്നേ. നീ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞപ്പോ തൊട്ട് ഞങ്ങളൊക്കെ ഒത്തിരി സന്തോഷിച്ചു. ഒരുപാട് സ്വപ്നങ്ങളും ഞങ്ങൾ കണ്ടു. പക്ഷേ ഇന്ന് വരെ നീ അതിൽ സന്തോഷിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല. അമ്മയാകുന്നതിന്റെ അഭിമാനവും നിന്റെ മുഖത്ത് എനിക്ക് കാണാൻ സാധിച്ചിരുന്നില്ല. നിന്നെ പൊന്നുപോലെ നോക്കാൻ വേണ്ടിയും നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ നല്ല നിലയിൽ വളർത്താനും ഒക്കെ ഞങ്ങൾ ഇവിടെ സ്വപ്നം കണ്ടത്. പക്ഷെ അങ്ങനെ ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ നീ ആഗ്രഹിച്ചിട്ടേയില്ല. ഞാനതിന്റെ ഉത്തരം പറഞ്ഞു കഴിഞ്ഞല്ലോ. എന്ത് ധൈര്യത്തിലാണ് ഞാനൊരു കുഞ്ഞിനെ ജനിപ്പിക്കേണ്ടത്? ഇത്രയൊക്കെ ചിന്തിക്കാൻ കഴിവുള്ള നിനക്ക് അന്ന് കോടതി വെച്ച് ധൈര്യമായിട്ട് എനിക്ക് ഈ കുഞ്ഞും വേണ്ട കുടുംബവും വേണ്ട വിവാഹമോചനം മതിയെന്ന് പറയായിരുന്നില്ലേ? എന്നിട്ട് സ്വന്തം കാര്യം നോക്കി പോവായിരുന്നല്ലോ. കടിച്ചു തൂങ്ങി എന്തിനാ ഇവിടെ തന്നെ നിന്ന് കളഞ്ഞത്? നിന്റെ കുഞ്ഞിനെ ഇടയ്ക്ക് നിർത്തിക്കൊണ്ട് പിന്നെ ഈ വീട്ടിലേക്ക് എന്തിനു കയറി വന്നു? ആ കുഞ്ഞുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്വപ്നങ്ങൾ ഞങ്ങൾക്ക് കാണിച്ചു തന്നത് എന്തിനു വേണ്ടിയായിരുന്നു? ആരെ ദ്രോഹിക്കാനും നീ ഇത്ര വലിയ നാടകം കളിച്ചത്? ഇപ്പൊ നിന്നെ കാണുമ്പോ ചെളി കിടന്ന് ഞൊളയുന്ന ഒരു പുഴുവിനെ എനിക്ക് ഓർമ്മ വരുന്നത്. അരുണിമേ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു പോയില്ലേ? ഇനിയിപ്പൊ മേഘനയെ കുറ്റപ്പെടുത്തിയത് കൊണ്ട് യാതൊരു കാര്യവുമില്ല. അവളുടെ മനസ്സിലും നാളെയെക്കുറിച്ചുള്ള പേടിയുണ്ടായിട്ടുണ്ടാവാം.
സ്വന്തം ഭാവിയെക്കുറിച്ച് പോലും ഒരു വിശ്വാസവും ഇല്ലാത്ത അവസ്ഥയില് അവൾ എന്ത് ചെയ്യും? എന്ത് ധൈര്യത്തിലാ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്നത്? സ്വന്തം കുഞ്ഞിന് നല്ലൊരു ഭാവി ഉണ്ടാകുമെന്ന് അവൾ എങ്ങനെ പ്രതീക്ഷിക്കും? അതുകൊണ്ടൊക്കെ ആവാം ഇങ്ങനെ ഒരു കാര്യം ചെയ്തത്. ദയവ് ചെയ്ത് ഈ കാര്യം ഇനി കീറി മുറിക്കാൻ നിൽക്കണ്ട. ഇല്ല ഡാഡ്, ഇതത്ര നിസ്സാരമായി തള്ളിക്കളയാൻ പറ്റില്ല. അതുപോലെ അത്ര പെട്ടെന്ന് ഇത് മറന്നു കളയാൻ പറ്റുന്ന സംഭവമല്ല. ഈ മേഘന എന്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്തേ. ഇത്രയൊക്കെ നടന്നു കഴിഞ്ഞ് ഒന്നും സംഭവിക്കാത്ത പോലെ നടക്കാൻ എനിക്കാവില്ല. മേഘന എന്റെ കൺമുമ്പിൽ നിൽക്കുമ്പോഴെല്ലാം ഈ വേദന മാത്രമായിരിക്കും എന്റെ ഉള്ളിലുണ്ടാവുക. അതുകൊണ്ട് ഞാൻ ഇപ്പൊ ഒരു തീരുമാനമെടുക്കാം. മേഘനയ്ക്കിനി എന്റെ വീട്ടിൽ ഒരു സ്ഥാനവുമില്ല. ഇത്രയൊക്കെ നടന്നു കഴിഞ്ഞ് ഒന്നും സംഭവിക്കാത്ത പോലെ നടക്കാൻ എനിക്കാവില്ല. മേഘന എന്റെ കൺമുമ്പിൽ നിൽക്കുമ്പോഴെല്ലാം ഈ വേദന മാത്രമായിരിക്കും എന്റെ ഉള്ളിലുണ്ടാവുക. അതുകൊണ്ട് ഞാൻ ഇപ്പൊ ഒരു തീരുമാനമെടുക്കാം. മേഘനയ്ക്കിനി എന്റെ വീട്ടിൽ ഒരു സ്ഥാനവുമില്ല. അവൾക്ക് അവളുടെ ഭാവിയെക്കുറിച്ചും ജനിക്കാനിരിക്കുന്ന കുഞ്ഞിന്റെ കാര്യത്തെക്കുറിച്ചും വലിയ ഉത്കണ്ഠയായിരുന്നല്ലോ. ഈ കുടുംബത്തോടോ ഇവിടെയുള്ള മനുഷ്യ ജന്മങ്ങളോടോ അവൾക്കൊരു വിശ്വാസവും ഇല്ലാത്തതുകൊണ്ട് ഇനി അവൾക്ക് ഈ വീട്ടിൽ നിൽക്കാനും അർഹതയില്ല. അവളുടെ വയറ്റിൽ ഒരു കുഞ്ഞുണ്ടായിരുന്നുകൊണ്ടല്ലേ വിവാഹമോചനം മുടങ്ങിയത്. അതിപ്പോ ഇല്ലാത്തതുകൊണ്ട് വിവാഹമോചനം അതിന്റെ വഴിക്ക് നടക്കും. അവളുടെ ഭാവി സുരക്ഷിതാക്കാൻ അവൾ ഇവിടെ നിന്ന് പൊയ്ക്കോട്ടെ. ഒരു അഡ്വക്കേറ്റിനെ വിളിച്ച് വേഗം അതിന്റെ ഏർപ്പാട് ചെയ്യിടാൻ. ഞാനില്ലാത്തൊരു പാതയിലൂടെ നടക്കുന്നതാ നല്ലത് മേഘനെ. നിന്നോട് ക്ഷമിക്കാൻ എനിക്കും ആവില്ല മേഘനെ. ഈ കുടുംബത്തിലുള്ളവരോടുള്ള വിദ്വേഷം ആ കുഞ്ഞിനോട് നീ എന്തിനു കാണിച്ചു? പൊറുക്കാനാവാത്ത പാപം അത്. ആ പാപത്തിന്റെ ഫലം നീ അനുഭവിച്ച് തന്നെ തീർക്കേണ്ടി വരും. ഈ കാര്യം ഇവിടെ നിൽക്കട്ടെ. പക്ഷെ നീയും മിഥുനും ഒരുമിച്ച് കഴിയണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. ഇങ്ങനെയെങ്കിലും ഈ ഊര കൊടുക്കുന്ന മിഥുനൊരു രക്ഷ കിട്ടട്ടെ. നിനക്ക് ഇത്രയും വലിയൊരു ക്രൂരത കാണിക്കാനാവുമെന്ന് ഞാനും കരുതിയില്ല. ഈ കുഞ്ഞിന്റെ പേരിലെങ്കിലും നീയും മിഥുനും എന്നേക്കും ഒന്നിച്ച് കഴിയണമെന്നൊരാഗ്രഹം എന്റെ മനസ്സിലും ഉണ്ടായിരുന്നു. പക്ഷേ ഇനിയും അതിന് ഒരു വഴിയില്ലാണ്ടാക്കി കളഞ്ഞില്ലേ നീയ്?
അവളുടെ വയറ്റിൽ ഒരു കുഞ്ഞുണ്ടായിരുന്നുകൊണ്ടല്ലേ വിവാഹമോചനം മുടങ്ങിയത്. അതിപ്പോ ഇല്ലാത്തതുകൊണ്ട് വിവാഹമോചനം അതിന്റെ വഴിക്ക് നടക്കും. അവളുടെ ഭാവി സുരക്ഷിതമാക്കാൻ അവൾ ഇവിടുന്ന് പൊയ്ക്കോട്ടെ. ഞാനില്ലാത്തൊരു പാതയിലൂടെ നടക്കുന്നതാണ് നല്ലത് മേഘനെ. എന്താ മേഘൻ നീ കാണിച്ചേ? നിന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. നീ ഒരിക്കലും പ്രഗ്നന്റ് ആകാത്തപ്പോ എങ്ങനെയാ പെട്ടെന്നൊരു അബോർഷൻ ഉണ്ടായത്? ഇവിടെ നടക്കുന്നതിൽ ഏതൊക്കെയാണ് സത്യമെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. കണ്ണി കാണുന്നതാണോ അതോ നാട്ടുകാർ പറയുന്നതാണോ സത്യം? നീ തന്നെ പറയേ. അപ്പൊ നീ ശരിക്കും ഗർഭിണിയായിരുന്നു അല്ലേ? ഗർഭിണിയായിരുന്നുകൊണ്ടല്ലേ മഞ്ജരി പറഞ്ഞതുപോലെ നീ പോയി അബോർഷൻ ചെയ്തിട്ട് വന്നിരിക്കുന്നത്? ഏതാ മോളെ ഇവിടെ സത്യം? തെറ്റിദ്ധരിക്കരുത് അച്ഛാ. ഇത്രയും കാലം ഞാൻ അച്ഛനോട് പറഞ്ഞത് തന്നെയാ പച്ചയായ സത്യം. പിന്നെ മഞ്ജരിക്ക് ഇവിടുന്ന് ആ പ്രൂഫുകളെല്ലാം കിട്ടിയത്? നീയും വാ തുറന്നൊരു അക്ഷരം മിണ്ടിയില്ലല്ലോ. നീ ഒരിക്കലും പ്രഗ്നന്റ് ആയിട്ടില്ല എന്നുള്ള കാര്യം എന്തുകൊണ്ട് തുറന്നു പറഞ്ഞില്ല? ഞാൻ തുറന്നു പറയാൻ തുടങ്ങിയ പുതിയ പല പ്രശ്നങ്ങളും ഈ വീട്ടിലുണ്ടാവും. അത് പാടില്ല. അതുകൊണ്ട് ഞാൻ ഒന്നും പറയാതിരിക്കുന്നത്. തൽക്കാലം എനിക്ക് ഒന്നിനും ഉത്തരവില്ല. എല്ലാവരും കൂടി നിന്ന് നിന്നെ കുറ്റവിചാരണ ചെയ്യുമ്പോ നിന്റെ ഭാഗം നിനക്ക് തുറന്നു പറയായിരുന്നു. അങ്ങനെ ചെയ്യാതിരുന്നത് നിന്റെ ഭാഗത്തുള്ള തെറ്റ്. ഇപ്പൊ എത്ര വലിയ പേരുദോഷം നിനക്കുണ്ടായിരിക്കുന്നത്. അയ്യോ എന്റെ അച്ഛന് ഞാൻ എന്ത് പറഞ്ഞോ ഒന്ന് മനസ്സിലാക്കി തരാം. സത്യം മാത്രം പറഞ്ഞാ മതി. എന്നോട് പറയാത്ത മറ്റെന്തെങ്കിലും കാര്യം കൂടി ഇവിടെ ഉണ്ടോ? നീ എന്നോട് പറഞ്ഞ വാക്കുകളും മഞ്ജരി കാണിച്ച തെളിവുകളും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ടല്ലോ. മോള് ഒരു അബോർഷൻ നടത്തിയോ എന്നുള്ള ചോദ്യത്തിന് എന്നോടെങ്കിലും സത്യം പറ. പറയാ അച്ഛാ. ഇവിടെ യഥാർത്ഥത്തിൽ മഞ്ജരി കാണിച്ച തെളിവുകളൊന്നും എന്റേതായിരുന്നില്ല. പിന്നെ ആരുടേതായിരുന്നു മോളെ? സഞ്ജനയുടേത്. എന്താ മോളെ നീ പറയുന്നത്? അതാണ് അച്ഛാ സത്യം. ആകാശത്ത് നിന്ന് സഞ്ജന ഗർഭിണിയായിരുന്നു അച്ഛാ. എന്റെ ആകാശിന്റെ എൻഗേജ്മെന്റ് മാത്രമേ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി മുടക്കാൻ കഴിഞ്ഞുള്ളൂ ഏട്ടത്തി. പക്ഷെ അവൻ കാരണം ഏട്ടത്തിക്ക് അറിയോ ഞാനിപ്പോ പ്രഗ്നന്റ്. ഹോളിഡേ അന്ന് സഞ്ജന ഒന്ന് വയറിടിച്ച് താഴെ വീണിരുന്നു. അപ്പൊ ഞാൻ അവളെ ആരും അറിയാതെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. വയറ്റത്ത് നല്ല ചതവ് കിട്ടിയിട്ടുണ്ടെന്നുള്ളത് ഉറപ്പാ. ഇന്റേണൽ ബ്ലീഡിങ്ങും തുടങ്ങിയിട്ടുണ്ട്. ഇനി പ്രഗ്നൻസി വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. ഉടനെ ക്ലെയിം ചെയ്ത് കളയണം. ഹോസ്പിറ്റലിലെ ഫയലില് സഞ്ജനയുടെ പേരിന് പകരം എന്റെ പേരെഴുതിയത് അവളുടെ രക്ഷിക്കാം. പക്ഷെ അത് ഇങ്ങനൊരു അവസ്ഥയിൽ കൊണ്ടെത്തിക്കുമെന്ന് ഞാനും വിചാരിച്ചില്ല അച്ഛാ. ആയിക്കോട്ടെ, നിങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ റിസപ്ഷനിൽ ഫില്ല് ചെയ്ത് കൊടുക്ക്. സിസ്റ്റർ, അബോർഷൻ ചെയ്യാനായിട്ടാ. അതിന്റെ പ്രോസസ് എന്തൊക്കെയാ? പേഷ്യന്റിന്റെ പേര് പറയൂ. സർ, കല്യാണം കഴിയാത്ത കുട്ടിയാ. അവളുടെ ഭാവി തകരാൻ പാടില്ല. മേഘന. ഹസ്ബൻഡിന്റെ പേര്? മിഥുൻ നന്ദൻ. മഞ്ജരി പറഞ്ഞത് കള്ളാണെന്ന് എനിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. എന്റെ ഗർഭം വലിയൊരു നുണയാണെന്ന് ആ നിമിഷം ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ എല്ലാവരും പുതിയ ചോദ്യങ്ങളുമായിട്ട് എത്തും. മഞ്ജരി കൊണ്ടുവന്ന ആ പേപ്പേഴ്സിലെ പേര് എന്തുകൊണ്ട് അവിടെ വന്നു എന്ന ചോദ്യവും. അപ്പൊ സഞ്ജന കല്യാണം കഴിയാതെ തന്നെ ഗർഭിണിയായെന്ന് എനിക്ക് എല്ലാരോടും പറയേണ്ടി വന്നേനെ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞ പിന്നെ സഞ്ജനയുടെ അവസ്ഥ എന്തായി തീരുന്നു അച്ഛനും അറിയാലോ. ഒരു കല്യാണം കഴിയാത്ത പെൺകുട്ടിയെ കുറിച്ച് ഇങ്ങനെയുള്ളൊരു കാര്യം പുറം ലോകം അറിഞ്ഞ പിന്നീട് അവളുടെ ഭാവി നരക തുല്യായി തീരുന്ന അച്ഛനറിയാലോ. അതുകൊണ്ട് അച്ഛ ഞാൻ ആരോടും ഒന്നും പറയാതിരുന്നത്. സഞ്ജനയെ രക്ഷിക്കേണ്ടത് എന്റെ കൂടി കടമയല്ലേ. മഞ്ജരി എന്ത് വേണമെങ്കിലും എന്നെ പറഞ്ഞോട്ടെ, എനിക്കതൊന്നും ഒരു പ്രശ്നമല്ല. പക്ഷെ എന്റെ മിഥുനേട്ടൻ
അതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അച്ഛാ. ഇപ്പൊ ഞാനാകെ കൺഫ്യൂസ്ഡ് ആയിരിക്കുക. ഒരു ഭാഗത്ത് സഞ്ജനയുടെ അവസ്ഥയാണെങ്കിൽ എനിക്ക് അങ്ങോട്ട് ദഹിക്കുന്നുമില്ല, മറുഭാഗത്ത് മിഥുനും അന്യമയും കൂടി ഡിവോഴ്സിന്റെ കേസും പൊക്കി പിടിച്ചോണ്ട് വന്നിരിക്കുക. അതെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു പിടിയും കിട്ടുന്നില്ല. മേഘനെ, നീ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. നീയും മിഥുനും ജീവിതാവസാനം വരെ ഭാര്യ ഭർത്താക്കന്മാരായി കഴിയണം. മോളെപ്പോഴും എന്റെ മരുമകളായി ഇവിടെ ഉണ്ടാവണം. നമ്മൾ വിചാരിക്കുന്നത്